സംസ്ഥാനത്ത് മഴക്കെടുതിയിൽ 3 മരണം. പാലക്കാട് മണ്ണാർക്കാട് മരം വീണ് സ്ത്രീ മരിച്ചു. കാസർഗോഡ് ഒഴുക്കിൽപ്പെട്ട് 8 വയസ്സുകാരന് ദാരുണാന്ത്യം. ഇടുക്കി മൂലമറ്റം ത്രിവേണിയിൽ വിദ്യാർത്ഥി മുങ്ങി മരിച്ചു. മഴ കനത്തതോടെ സംസ്ഥാനത്ത് മഴക്കെടുതികളും രൂക്ഷമാണ്. വിവിധയിടങ്ങളിൽ മരം വീണ് വീടുകൾ തകർന്നു. താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ടുകൾ രൂപപ്പെട്ട് പല സ്ഥലങ്ങളിലും ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുകയാണ്. പത്തനംതിട്ട മലയാലപ്പുഴയിൽ ശക്തമായ കാറ്റിൽ വീടിന് മുകളിലേക്ക് മരം വീണ് ദമ്പതികൾക്ക് പരിക്കേറ്റു. മലയാലപ്പുഴ സ്വദേശി കൃഷ്ണൻ നായർ, ഭാര്യ ശ്യാമള എന്നിവർക്കാണ് പരിക്കേറ്റത്. തിരുവനന്തപുരത്ത് മരം വീണ് വീട് തകർന്നു. പരശുവൈക്കൽ എള്ളുവിളയിലെ പ്രശാന്ത്, ഹരിശ്രീ ദമ്പതികളുടെ വീടാണ് തകർന്നത്. സംഭവ സമയം വീട്ടിലുണ്ടായിരുന്ന ഇവർ തലനാരിടേക്കാണ് രക്ഷപ്പെട്ടത്. മലപ്പുറം പരപ്പനങ്ങാടിയിൽ മരം വീണ് പാലത്തിങ്ങൽ കോട്ടന്തല AMLP സ്കൂളിന്റെ മേൽക്കൂര തകർന്നു. വർക്കലയിൽ പാപനാശത്തിന് സമീപം കുന്നിടിഞ്ഞു. സമീപ ഭാഗങ്ങളിൽ കുന്നിടിഞ്ഞു വീഴാനുള്ള സാധ്യത കൂടുതലായതിനാൽ സഞ്ചാരികൾക്ക് വിലക്ക് ഏർപ്പെടുത്തി. തൃശൂർ പുത്തൻപീടികയിലുണ്ടായ മിന്നൽ ചുഴലിയിൽ സെന്റ് ആന്റണീസ് ഹൈസ്കൂളിന്റെ മേൽക്കൂരകൾ നിലം പൊത്തി. സമീപത്തെ ചാഴൂർ റോഡിലേക്കാണ് മേൽക്കൂരകൾ മറിഞ്ഞു വീണത്. ഇതേ തുടർന്ന് ഗതാഗതം തടസ്സപ്പെട്ടു. തൃശൂർ മണലൂരിൽ കനത്ത മഴയെ തുടർന്ന് വെള്ളക്കെട്ട് രൂപപ്പെട്ടു. പ്രദേശത്ത് കാനയില്ലാത്തതാണ് വെള്ളക്കെട്ട് രൂപപ്പെടാൻ കാരണമെന്ന് പ്രദേശവാസികൾ ആരോപിച്ചു. പടിയൂരിൽ 100-ലധികം വീടുകളിൽ വെള്ളം കയറി. പാലം നിർമ്മാണത്തിനായി നിർമ്മിച്ച താൽക്കാലിക ബണ്ടിൽ വെള്ളം കെട്ടിനിന്നതാണ് വീടുകളിൽ വെള്ളം കയറാൻ ഇടയാക്കിയത്. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.